നരകം അതിഭീകരമാണ്. അതിൽ ചെന്ന് വീഴുന്നതിനെ തൊട്ട് വിശ്വാസികൾ എപ്പോഴും സദാസമയവും അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. നരകം സൃഷ്ടിക്കപ്പെട്ടതാണോ അതല്ല ഇനി അള്ളാഹു ഇനി മരിച്ചൊക്കെ ചെന്ന് വിചാരണയുടെ ലോകത്ത് നമ്മെ പിടിച്ചിടാൻ വേണ്ടി അള്ളാഹു തആല സൃഷ്ടിക്കാനിരിക്കുന്നതാണോ? ഇന്നൽ ജന്നത വന്നാറ മഖ്ലൂഖതാനി വ ഇന്നഹുമാ തബീദാൻ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഇന്നൽ ജന്നത തീർച്ചയായും സ്വർഗവും വന്നാറ നരകവും ഇത് രണ്ടും മഖ്ലൂഖതാനി അല്ലാഹു തആല ഓൾറെഡി സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളതാകുന്നു. സ്വർഗവും നരകവും ഇത് രണ്ടും അല്ലാഹു ഇപ്പോഴേ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്നൽ ജന്നത വന്നാറ മഖ്ലൂഖതാനി വ ഇന്നഹുമാ തബീദാൻ. ഇത് രണ്ടും നശിച്ചു പോകുന്ന വസ്തുക്കളേ അല്ല. ആഖിറത്ത് എല്ലാം നശിച്ചാലും ഇത് രണ്ടും നശിക്കൂല എന്നാണ്. അപ്പൊ നരകവും സ്വർഗവും. എന്നാൽ എവിടെയാണ് സ്വർഗം, എവിടെയാണ് നരകം? അൽ ജന്നത്തു ഫിസ് സമാഇ സാബിഅ വയജഅലുഹു അല്ലാഹു ഹൈസു യശാഉ യൗമൽ ഖിയാമ വജഹന്നമു ഫിൽ അർളി സാബിഅ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ജന്നത്തു സ്വർഗം അത് ഫിസ് സമാഇ സാബിഅ ഏഴാം ആകാശത്തിലാകുന്നു. ഏഴാം ആകാശത്തിൽ അല്ലാഹു സ്വർഗം സൃഷ്ടിച്ച് ഓൾറെഡി തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട്. വയജഅലുഹു അല്ലാഹു ഹൈസു യശാഉ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളാകുമ്പോൾ അത് വരേണ്ട സ്ഥലത്ത്, കൊണ്ടുവരേണ്ട സ്ഥലത്ത് അല്ലാഹു കൊണ്ടുവരും. നരകവും അങ്ങനെ തന്നെ. വജഹന്നമു ഫിൽ അർളി സാബിഅ. നരകത്തെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട്. അതെവിടെയാണ്? അത് ഏഴാം ഭൂമിയുടെ താഴെയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു ജല്ല ജലാലു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാനരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ധാരാളം സന്ദർഭങ്ങളിലായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നരകത്തിന്റെ ഭീകരത വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം ജിബ്രീൽ നരകം കണ്ടിട്ട് നേരെ വന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്താണ്. ജിബ്രീലിന്റെ മുഖം ചുവന്നു തുടുത്തു, കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി, കണ്ണുനീരൊലിക്കുന്ന കവിളുകളുമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നപ്പോഴല്ലേ ചോദിച്ചത്, എന്ത് പറ്റി? എപ്പോഴാ പറഞ്ഞ? നരകത്തിന്റെ അടുത്ത് നിന്നാ വരുന്നത്, അതുകൊണ്ടാ കരയുന്നത്. അതിപ്പോ തുടങ്ങിയ കരച്ചിലല്ല, നരകം സൃഷ്ടിച്ച നാൾ മുതൽ ഞാൻ കരയുകയാണ്. സയ്യിദുനാ ജിബ്രീൽ. അപ്പോഴാ റസൂലുള്ള പറഞ്ഞത്, സിഫിലി ജഹന്നം, സിഫിലി ജഹന്നം, നീ കണ്ട ആ നരകത്തിന്റെ ഭീകരത ഒന്ന് പറഞ്ഞിട്ടാ എന്ന്. അപ്പോഴല്ലേ റസൂലുള്ള പറഞ്ഞത്, യാ റസൂലല്ലാഹ്, ഓ റസൂലുള്ളാഹി, അർളുഹു റസാസ്, നരകത്തിന്റെ അടിത്തട്ടിലെ മണ്ണുകൾ ഈയമാണ്. വസഖുഹു നഹാസ്, മേൽത്തട്ട് ചെമ്പാണ്. വഹിതാനുഹൽ കിബരീത്, അതിന്റെ ചുറ്റും മതിലുകൾ ഗന്ധകമാണ്, സൾഫറാണ്, പൊട്ടിത്തെറിക്കുന്ന എപ്പോഴും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹർറുഹാ ശദീദ്, ആ നരകത്തിലെ ചൂടെന്ന് പറഞ്ഞാൽ നബിയേ, ഒരാൾക്ക് മറ്റൊരാളോട് പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്ന ചൂടല്ല. ഹർറുഹാ ശദീദ്, അതിശക്തമായ ചൂടാണ്. വഖഅറുഹാ ബഈദ്, അതിന്റെ ആഴമോ വഖഅറുഹാ ബഈദ്, ഇന്ന് വരെ ഒരാൾക്കും അത് അളന്ന് ക്ലിപ്തപ്പെടുത്തി പറയാൻ കഴിഞ്ഞിട്ടില്ല. വഹുലിയുഹാ ഹദീദ്, ആ നരകത്തിൽ ചെന്ന് വീഴുന്ന ആളുകളെ അല്ലാഹു ധരിപ്പിക്കുന്ന കുറച്ച് ആഭരണങ്ങൾ, ആയുധങ്ങളൊക്കെ ഉണ്ട്. അത് ഇരുമ്പാണ്. ഇരുമ്പിന് തീ പിടിച്ചാലുള്ള അവസ്ഥയോ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു ജല്ല ജലാലു നമ്മളെ ഈ ഇരിക്കുന്നതിന്റെ ഹക്ക് കൊണ്ട്, ഈ പരിശുദ്ധ റമളാനിന്റെ ഈ ഒറ്റ ഇരുത്തം കൊണ്ട് അല്ലാഹ് ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയും നരകത്തെ തൊട്ട് കാത്തു രക്ഷിക്കണമേ അല്ലാഹ്. അല്ലാഹുവിന്റെ കത്തിക്കാളുന്ന ഭീകരമായ നരകകുണ്ടില് വീണുപോകുന്നതിനെ തൊട്ട് നാഥനായ അല്ലാഹുവേ,
ഞങ്ങളെയും ഞങ്ങളെ ഉമ്മ ബാപ്പമാരെയും മശായിഖന്മാർ ഉസ്താദുമാർ എല്ലാവരെയും ഭാര്യ മക്കളെയും നീ കാത്തുരക്ഷിക്കണമേ അല്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ വർണ്ണിച്ചു കൊടുക്കുകയാണ്, വശറാബുഹൽ ഹമീം വസ്സദീദ്. ആ നരകത്തിൽ ചെന്ന് വീഴുന്ന ആളുകൾ ഒരു തുള്ളി ദാഹജലത്തിന് വേണ്ടി താണു വീണ് അല്ലാഹുവോട് പറയും, പടച്ചോനെ അല്ലാഹുവേ കുടിക്കാൻ എന്തെങ്കിലും കിട്ടുവോ? അപ്പൊ അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം അൽ ഹമീം, നരകത്തിലെ പ്രത്യേകമായ ഒരു പാനീയത്തിന്റെ പേരാണ് അൽ ഹമീം. അതിങ്ങനെ എപ്പോഴും 100 ഡിഗ്രി അല്ല അപ്പുറത്ത് അളച്ചു മറിഞ്ഞിങ്ങനെ കിടക്കാണ്. അതുകൊണ്ട് ചെന്ന് ആ തൊള്ളയിൽ ഒഴിച്ചു. അല്ലാഹുവേ റബ്ബേ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ അല്ലാഹ്. വസ്സദീദ്, വേറൊന്ന് കുടിക്കാൻ കൊടുക്കുന്നത് സ്വദീദാണ്, ചീഞ്ചലം. നരകാവകാശികളായി നരകത്ത് വീണുപോയ ആളുകളുടെ ശരീരം പൊട്ടി ഓലിച്ച് നാറി ദുർഗന്ധമുള്ള അങ്ങനെ ഓലിച്ചു പോകണ സ്വദീദാണ് കുടിക്കാൻ കൊടുക്കുക എന്ന് സയ്യിദുനാ ജിബ്രീൽ. വസിയാബുഹാ മുഖത്തഅത്തുൻ നീറാൻ, കുറെ ആളുകൾക്ക് നരകത്തിൽ ധരിക്കാൻ വേണ്ടി കുറച്ച് വസ്ത്രം കൊടുക്കും. നല്ല രസമുള്ള വസ്ത്രമാണ്. സിയാബുഹാ മുഖത്തഅത്തുൻ നീറാൻ, തീ ഇങ്ങനെ ആളിപ്പടർന്ന് കത്തിപ്പിടിച്ചു നിൽക്കുന്ന വസ്ത്രങ്ങൾ. അല്ലാഹു നമ്മളെ കാത്തിരിക്കുമാറാകട്ടെ. പടച്ചോനെ റബ്ബേ ഞങ്ങളെ നീ കാക്കണമേ അല്ലാഹ്. അതുകൊണ്ടാണ് നരകം പറയുമ്പോൾ സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലത്ത് അല്ലാഹു ജല്ല ജലാലു പറയുന്നുണ്ട്, ഇദാ തുത്ലാ അലൈഹിം ആയാതുർ റഹ്മാനി ഖറൂ സുജ്ജദൻ വബുകിയാ. ഖുർആനാണ് അല്ലാഹുവിനെ പേടിയുള്ള, പടച്ചവനെ പേടിച്ചു ജീവിക്കുന്ന മുത്തഖീങ്ങളായ ആളുകളുടെ അടുത്ത് നരകത്തെ പറ്റി ഓതിക്കൊടുത്താൽ അല്ലാഹുവിന്റെ അജായിബുകളെ ഖുദ്റത്തുകളെ സംബന്ധിച്ച് അവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ ഓതിക്കൊടുത്താൽ ഖറൂ സുജ്ജദൻ വബുകിയാ, കേട്ടത് മാത്രമേ അവർക്ക് ഓർമ്മയുണ്ടാകുള്ളൂ. ബോധരഹിതരായി നിലത്ത് വീണു പോകും നബിയേ. ഖറൂ സുജ്ജദാ, നരകം കേൾക്കേണ്ട പോലെ കേട്ടാൽ, നരകം കേൾക്കേണ്ട പോലെ കേട്ടാൽ ഖറൂ സുജ്ജദാ, സുജൂദിൽ വീണു പോകും. സുജൂദിൽ എഴുന്നേക്കാൻ പറ്റാതെ സുജൂദിൽ കിടന്ന് കരയുമെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ബിമാ അത്തഖീ ബിഹിന്നാറ, ആ നരകത്തിൽ ചെന്ന് വീഴുന്നതിനെ തൊട്ട് നമ്മൾ എന്താണ് കൂടുതലായി ചെയ്യേണ്ടത് നബിയെ? എന്താണ് അതിൽ വീഴുന്നതിനെ തൊട്ട് സൂക്ഷിക്കേണ്ടതല്ലെങ്കിൽ ചെയ്യേണ്ടത്? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നരകത്തിൽ ചെന്ന് പതിക്കുന്നതിനെ തൊട്ടൊരു മറുമരുന്ന് പറഞ്ഞു കൊടുത്തു. ഒരു മറുമരുന്ന് എന്ന് പറഞ്ഞാൽ അറിയാലോ, എന്തുവാ? അറ്റം കൈക്ക് പ്രയോഗം അല്ലേ? സഹോദരങ്ങളെ, സഹാബി ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു, നബിയെ, ആ നരകത്തിൽ വീണു പോകുന്നതിനെ തൊട്ട് ഞാൻ എന്താണ് സൂക്ഷിക്കേണ്ടത്, ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സയ്യിദേ ബിദുമൂഇ ഐനൈക മിൻ ഖശിയത്തില്ലാഹ്, നിനക്ക് പറ്റുമെങ്കിൽ കരയടാ സയ്യിദേ മുഹമ്മദ് മുസ്തഫ, നിനക്ക് പറ്റുമെങ്കിൽ ഒന്ന് കരയടാ സയ്യിദേ, നിന്റെ കണ്ണൊന്നും നനയട്ടെ സയ്യിദേ. ആ നരകത്തിൽ വീണു പോകുന്നതിനെ തൊട്ട് അല്ലാഹുവിനെ പേടിച്ചിട്ടോ, പറ്റുമെങ്കിൽ ബിദുമൂഇ ഐനൈക മിൻ ഖശിയത്തില്ലാഹ്, കരയും. നരകത്തിൽ വീണു പോകുന്നതിനെ തൊട്ട് കരഞ്ഞാ മതി സയ്യിദേ. ലാ തമസ്സഹന്നാറു അബദാ, എന്നാ ഒരു കാലത്തും അല്ലാഹുവിനെ നിന്നെ നരകത്തിൽ ഇടൂല. മുഹമ്മദുർ റസൂലുള്ളാഹി.
അതുകൊണ്ടല്ലേ മഹാന്മാരായ ആളുകളൊക്കെ ജീവിച്ചത് അങ്ങനെ ആയിരുന്നു. അറിയൂലേ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് تفريق بين حق وباطل قهرا قهرا عمر ولي فاروق الله عليه السلام. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയാണ്. മുത്തുനബിയെ കൊല്ലാൻ വാളുമായി വന്ന മനുഷ്യനാണ്. അവസാനം മുത്തുനബിയെ കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞ് ഷഹാദത്തിന്റെ കലിമ ചൊല്ലി മുസ്ലിമായ മനുഷ്യനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മുസ്ലിമായെങ്കിലും അവിടുന്ന് ചെയ്തു പോയ പൂർവ്വകാല ചെയ്തികളെ കുറിച്ചോർത്തിട്ട്, പാവങ്ങളെ കുറിച്ചോർത്തിട്ട് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണസമയം വരെയും ഒറ്റയ്ക്കിരുന്ന് കരയുമായിരുന്നു. കരഞ്ഞ് 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 സ്വഹാബത്ത് പറയാൻ കാനവി വജിഹി ഉമറ, ഉമറിന്റെ മുഖത്ത് ഉമർ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞിട്ട് കാനവി വജിഹി ഉമറ ഖത്താനി അസ്വദാനി മിനൽ ബുക്കാ. ഉമർ ഇബ്നുൽ ഖത്താബ് കരഞ്ഞ് 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 കണ്ണുനീരിങ്ങനെ ഒലിച്ചിറങ്ങിയിട്ട് ആ കണ്ണുനീരിങ്ങനെ ഒലിച്ചിറങ്ങിയ രണ്ട് സ്ഥലത്ത് രണ്ട് കറുത്ത വരയുടെ പാടുകൾ കാണുമായിരുന്നു. അപ്പൊ എത്ര കരഞ്ഞിട്ടുണ്ടാവും? 1 2 3 അല്ലെങ്കിൽ കുറെ നാൾ കരഞ്ഞാലോ പാട് വരും. ഒരാൾ കരഞ്ഞിട്ട് കണ്ണുനീരൊലിച്ചിറങ്ങിയ പാട് ഒരാളെ കവിളിൽ വരണമെങ്കിൽ എത്രമാത്രം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കരഞ്ഞിട്ടുണ്ടാകുമല്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഭീകരമായ നരകത്തിന്റെ നേർചിത്രങ്ങൾ റസൂലുള്ളാഹി തങ്ങളാകുന്ന പ്രിയപ്പെട്ട നേതാവിൽ നിന്ന് കേൾക്കുമ്പോൾ കൊച്ചു കുട്ടികൾ തേങ്ങിക്കരയും പോലെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് ആ സദസ്സിലിരുന്ന് കരയുമായിരുന്നു കേട്ടോ. എന്നിട്ടോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടന്നിങ്ങനെ പോകുമ്പോൾ വഴിയരികിൽ ഉണക്ക പുല്ല് കണ്ടാൽ ആ പുല്ല് ഉമർ ഇബ്നുൽ ഖത്താബ് കയ്യിലെടുത്തിട്ട് നെഞ്ചോടിങ്ങനെ ചേർത്ത് വെച്ചിട്ട് പറയോ, യാ ലൈതനി കുന്തു ഹാദിഹി തിബ്നാ. പടച്ചോനെ റബ്ബേ, അല്ലാഹുവേ, ഈ ഉമർ നരകത്തിൽ വീണു പോകുമെന്ന് പേടിച്ചിട്ട് പറയാണ്, യാ ലൈതനി കുന്തു ഹാദിഹി തിബ്നാ. നീ എന്നെ ഈ പുല്ല് പോലെ ഒരു പുല്ലായിട്ട് നീ എന്നെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ റബ്ബേ എത്ര നന്നായിരുന്നു. പുല്ല് നീ എന്നെ എന്തിന് ഉമറായി മനുഷ്യനായി പടച്ചു? നീ എന്നെ ഒരു ഉണക്കപ്പുല്ലായി പടച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എനിക്ക് നിന്റെ വിചാരണ നേരിടേണ്ടി വരൂല്ലല്ലോ, നരകം കാണേണ്ടി വരൂല്ലല്ലോ അല്ലാ. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയും, യാ ലൈതനി ലം ഉഖ്ലഖ യാ അല്ലാഹ്. പടച്ചോനെ, നീ എന്തിനെന്നെ ദുനിയാവിൽ മനുഷ്യനായി പടച്ചു അല്ലാഹ്. യാ ലൈതനി ഉമ്മി ലം തലിദ്നി. പടച്ചോനെ റബ്ബേ, എന്തിനെന്റെ ഉമ്മയുടെ വയറ്റിലൂടെ നീ എന്നെ ദുനിയാവില് നീ എന്നെ അയച്ചു. എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ ലൈതനി ലം അകു ശൈആ, യാ ലൈതനി കുന്തു നസിയം മൻസിയാ. പടച്ചവനെ റബ്ബേ, ഞാൻ തേഞ്ഞുമാഞ്ഞു പോകുന്ന ഒന്നിനും കൊള്ളാത്തൊരു വസ്തുവായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നെപ്പോഴും സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമെന്ന് സ്വഹാബ. അർഹമുർ റഹീമായ റബ്ബ് തആല നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇമാമുനാ അബൂ ഹമീദിൻ അൽ ഗസാലി തങ്ങൾക്കൊരു ഗ്രന്ഥമുണ്ട്, അൽ ബിദായത്തു വൽ ഹിദായ.
ഇമാം ഗസാലി തങ്ങൾ അവിടുത്തെ ഗ്രന്ഥത്തിൽ നരകത്തെ അല്ലാഹു തആല പരലോക വിചാരണയുടെ നാളിൽ മലക്കുകൾ ഇങ്ങനെ കെട്ടിവലിച്ചു കൊണ്ടുവരുന്ന ഒരു രംഗം ഇമാം ഗസാലി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നരകം പറഞ്ഞല്ലോ, സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടെന്ന്. ഇനി കൊണ്ടുവരും വിചാരണയുടെ നാളിൽ. എങ്ങനെ കൊണ്ടുവരിക? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുക. ഇതൊക്കെ ജിബ്രീൽ അന്ന് പറഞ്ഞു കൊടുത്ത ഹദീസ്. സുബ്ഹാനല്ലാഹ്, ഇദാ കാന യൗമുൽ ഖിയാമത്തി ജീഅ ബിജഹന്നമ. നരകത്തെ മലക്കുകൾ വിചാരണയുടെ ലോകത്ത് മലക്കുകൾ കെട്ടിവലിച്ചു കൊണ്ടുവരും. ഫതസ്ഫിറു സഫറാ, നരകത്തിന്റെ വരവുണ്ടല്ലോ. ഫതസ്ഫിറു സഫറാ, നരകം ഇങ്ങനെ ആർത്ത് അട്ടഹസിച്ചിട്ടാ വരിക. അതിശക്തമായ ശബ്ദത്താൽ അട്ടഹസിച്ചിട്ടാ വരിക. ഫതജസ്സു കുല്ലു ഉമ്മത്തിൻ അലാ റുകബിഹാ. നരകത്തെ അല്ലാഹു ഇങ്ങനെ കൊണ്ടുവരികയും നരകത്തിന്റെ ഭീകരമായ ശബ്ദം കേൾക്കുമ്പോൾ പരലോക വിചാരണയുടെ നാളിൽ വിചാരണ നേരിടുന്ന മുഴുവൻ ആളുകളും അങ്ങ് മുട്ടുകാലിൽ വീണുപോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. പെട്ടെന്ന് ഈ ശബ്ദവും ഈ ഭീകരനംഗവും കാണുമ്പോ എല്ലാരും അങ്ങ് വീണുപോകുമെന്ന് നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി. നരകത്തിന്റെ അതിശക്തമായ ശബ്ദവും വരവും കാണുമ്പോൾ വിചാരണ നേടുന്ന ആളുകളുടെ തലച്ചോറ് വരെ തിളച്ചു മറിയുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്നിട്ടോ കുല്ലു വാഹിദിൻ ഹത്തൽ അംബിയാ, അംബിയാക്കളടക്കം ആ പരലോക വിചാരണയുടെ നാളിൽ നിൽക്കുന്ന സകലമാന ആളുകളും അതോ നിലവിളിക്കുകയാണ്. സകല ആളുകളും കുല്ലു വാഹിദിൻ ഹത്തൽ അംബിയാ, സകല ആളുകളും നിലവിളിച്ചു പോകുന്ന രംഗമാണ് മഹ്ശറ, നരകത്തിന്റെ വരവോ. കാന നബിയ്യുൻ മുൻസിലു ഉമ്മ യൗമ യഖൂമുൻ നാസു ബിജുമ്മ നഫ്സിയ 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 ഹത്താ അഹ്ലി റിസാല يعني آدم موسى وعيسى وروح الله خليلا. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അടക്കോ, റൂഹുല്ലാഹി ഈസ നബി അലൈഹിസ്സലാം അടക്കോ, നമ്മുടെ വല്ലിപ്പ ആദം നബി അലൈഹിസ്സലാം അടക്കോ, കലീമുല്ലാഹി മൂസ നബി അടക്കോ, സകല അമ്പിയാക്കളും നിലവിളിച്ചു പോകുന്ന ലോകമാണ് മഹ്ശറ. അവിടെ ഒരാൾ നിൽപ്പുണ്ടാരാണ്? സയ്യിദുൽ കായിനാത്ത് നബി മുഹമ്മദ് മുസ്തഫ. ഈ നരകത്തിന്റെ വരവും ഈ ഭീകരരംഗവും കാണുമ്പോൾ ഓരോ അമ്പിയാക്കളും അവരവരുടെ സ്വന്തം നഫ്സിനെ ഓർത്ത് നിലവിളിക്കുകയാണ്. ലാലോ ഇല്ലാ ബിൽ ഉമ്മ ഹമ്മലി ഉമ്മ ബിർറഹ്മതി യബ്കി ഫിർറു ثم يخر ساجدا سالا ربي أمتي سلم أمتي سلم نال سؤالا نال سؤالا. സകല അമ്പിയാക്കളും നഫ്സി 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 എന്ന് സ്വന്തം ശരീരത്തിന്റെ രക്ഷയോർത്ത് നിലവിളിക്കുമ്പോൾ അവിടെ അതാ എന്റെ ഉമ്മത്തുകളെ, എന്റെ ഉമ്മത്തുകളെ, ഉമ്മത്തേ ഉമ്മത്തി എന്ന് വിളിച്ച് വിലപിക്കുന്ന ഒരേ ഒരാള് മുഹമ്മദ് മുസ്തഫ. എല്ലാ അമ്പിയാക്കന്മാരും വീണു പോകുമ്പോൾ പിന്നെ നമ്മളെ കാര്യം പറയണം. അല്ലാഹുവേ, ഞങ്ങളെ നീ സലാമത്തിലാക്കണം അല്ലാ, കാത്തിരക്ഷിക്കണമേ അല്ലാ. വതഖ്റുജു മിനൽ ജഹീമി നാറും മിസ്ലൽ ജിബാൽ, കൊണ്ടുവരുന്ന നരകത്തിൽ നിന്നതാ പർവ്വത സമാനമായ തീച്ചാലകൾ ഇങ്ങനെ ഉയർന്നു പൊങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി.
പർവ്വത സമാനമായ തീജ്വാലകള് ആ നരകത്തിൽ നിന്നിങ്ങനെ ഉയർന്നു പൊങ്ങുമെന്ന് സയ്യിദുനാ വ നബിയുനാ വ ഹബീബുനാ റസൂലുള്ളാഹി. ഈ നരകത്തിന്റെ വരവും ഭീകരവും ഈ നരകത്തിന്റെ ഒച്ചപ്പാടുമൊക്കെ കേൾക്കുമ്പോൾ ആ നരകത്തിലേക്ക് വീണു പോകുമോ എന്ന് പേടിച്ചല്ലെങ്കിൽ വീഴുന്നതിനെ തൊട്ട് മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളായ അനുയായികളായ നമ്മളതാ ഒരു പരിശ്രമം നടത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വീണോന്ന് പേടി, അതിൽ പെട്ടോ എന്നുള്ള ബേജാറ്. വീണുപോകുമോ, ആ നരകത്തിലെങ്ങാനും വീണുപോകുമോ എന്ന് പേടിച്ചിട്ട് നമ്മള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തുകളായ നമ്മള് ആ നരകത്തെ നോക്കിയിട്ട് ഇങ്ങനെ വിളിക്കും, യാ നാറു ബിഹഖിൽ മുസല്ലീൻ വയാ നാറു ബിഹഖിൽ മുസദ്ദിഖീൻ വയാ നാറു بحق الخاشعين ويا نار بحق الصائمين. അപ്പൊ അറബി അറിയണമെന്നല്ല, അറിഞ്ഞോളൂ. യാ നാറു, ഓ നരകമേ, ഓ നരകമേ, ബിഹഖിൽ മുസല്ലീൻ, ഞങ്ങളെ കൂട്ടത്തിൽ അല്ലാഹുവിനെ ഇബാദത്തെടുത്ത് നിസ്കരിച്ച ആളുകൾ കുറെ ഉണ്ട് കേട്ടോ. യാ നാറു ബിഹഖിൽ മുസല്ലീൻ, ആ പടച്ചവനെ നിസ്കാരം നിർവഹിച്ച ആളുകളുടെ ഹക്ക് കൊണ്ട് നിന്നോട് ചോദിക്കുകയാണ്, പറയുകയാണ് നരകമേ. വയാ നാറു ബിഹഖിൽ മുസദ്ദിഖീൻ, ദുനിയാവിൽ ജീവിച്ചപ്പോൾ പാവങ്ങൾക്ക് സഹായിച്ച, സ്വതക്ക കൊടുത്ത, സക്കാത്ത് അർഹമായ നിലയിൽ കൊടുത്ത, പാവപ്പെട്ടവരെ സഹായിച്ച, സ്വതക്കകൾ കൊടുത്ത ആളുകൾ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. ആ സ്വതക്ക കൊടുത്ത ആളുകളെ ഹക്ക് കൊണ്ട് ചോദിക്കുകയാണ് നരകമേ. വയാ നാറു ബിഹഖിൽ ഖാശിഈൻ, അല്ലാഹുവിനെ പേടിച്ച് ഭയന്ന് കരഞ്ഞ ആളുകൾ ഞങ്ങളെ കൂട്ടത്തിലുണ്ട് നരകമേ. വയാ നാറു ബിഹഖിസ് സ്വാഇമീൻ, പ്രഭാതം മുതൽ പ്രദോഷം വരെ അല്ലാഹുവിന് നോമ്പെടുത്ത ആളുകൾ ഞങ്ങളെ കൂട്ടത്തിലുണ്ട് നരകമേ. അതുകൊണ്ട് നിന്നോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അന്തർജഈ ഫലാ തർജഇ, മടങ്ങോ, ഒന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തോ, നീ വന്ന പോലെ ഒന്ന് പോവോ. ഫലാ തർജഇ, നരകം വന്നെടുത്ത് നിന്നെടുത്തുനിന്ന് അനങ്ങൂല്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അനങ്ങാനോ. وينادي جبريل أن النار قد قصدت أمة محمد. ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് ഇതെല്ലാം കണ്ടിട്ട് വിളിച്ചു പറയും, പടച്ചോനെ, നരകമിതാ ഈ ആളുകളെ വിഴുങ്ങാൻ പോവുകയാണല്ലോ അല്ലാഹ്. ഈ ഉമ്മത്ത് മുഹമ്മദിന്റെ നമ്മളുടെ ഈ വിലാപനം, ഇതിപ്പോ പറഞ്ഞില്ലേ, ഞാൻ വിശദീകരിക്കുന്നില്ല, സമയം ദീർഘമാവുന്നു. ഈ വിലാപനം, ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ അത് ചെയ്തു ഇത് എന്നൊക്കെ പറയല്ലോ, രക്ഷപ്പെടുത്തണമെന്ന് പറയും. വിലാപനം കാണുമ്പോൾ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മളിൽ ചില ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ജിബ്രീൽ ഒരു കാര്യം സമാഹരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ കേട്ടോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതാ പെട്ടെന്ന് നമ്മുടെ കരച്ചിൽ ഇങ്ങനെ കാണുമ്പോൾ അത്യാവശ്യം വലിപ്പമില്ലാത്തൊരു ചെറിയ പാനപാത്രം, ഒരു പാനപാത്രം ജിബ്രീൽ അതാ കൊണ്ടുവരികയാ. നരകം തൊട്ട് മുമ്പിലാണ്. നമ്മളിങ്ങനെ നിലവിളിക്കാണ്, വീണുപോവോ, രക്ഷപ്പെടുത്തണേ അല്ലാ, രക്ഷപ്പെടുത്തണം ഇങ്ങനെ നിലവിളിക്കുമ്പോഴാണ് ജിബ്രീൽ പെട്ടെന്നതാ ഒരു പാനപാത്രം നരകത്തിന്റെ മുമ്പിലൂടെ ഇങ്ങനെ കൊണ്ടുവരുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതിങ്ങനെ കൊണ്ടുവന്നിട്ടത് കൊടുക്കേണ്ട ആളെ കയ്യിൽ ജിബ്രീൽ കൊടുക്കും. ആരാണ്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. الشفاعة هب لنا في القيامة مشفقا واهلنا إن
سيدي خير النبي الصلاة على النبي. ആ നേതാവ് മാത്രമേ രക്ഷപ്പെടുത്താനുള്ളൂ ഹബീബിങ്ങളെ. അതുകൊണ്ട് റസൂലുള്ളാഹിനെ നെഞ്ചിലേറ്റണം. എപ്പോഴും മുത്തുനബിയെ മഹബത്ത് വെച്ച് സ്നേഹിച്ച് സ്വലാത്ത് ചൊല്ലണം. ചൊല്ലാൻ നമുക്ക് സ്വലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽഹബീബിൽ അറബി. ആ പാനപാത്രം കൊണ്ടുവന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തായ തങ്ങളെ കയ്യിൽ ഇങ്ങനെ കൊടുത്തിട്ട് പറയും, ഖുദ് യാ റസൂലല്ലാഹ്, തങ്ങളെ തങ്ങൾ ഇതൊന്നു വാങ്ങു നബിയേ, ഈ പാത്രം തങ്ങളൊന്നും പിടിക്കൂ നബിയേ. എന്നിട്ടോ ഫർസുഹു അലൈഹാ, ഈ കത്തിക്കാളി നിൽക്കുന്ന അലറി വിളിക്കുന്ന ഈ നരകത്തിന്റെ തീജ്വാലയിലേക്ക് തങ്ങളെ ഈ പാനപാത്രത്തിലെ വെള്ളം ഒഴിച്ചുകള നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അത് വാങ്ങി അതിങ്ങനെ നരകത്തിന്റെ തീയിലേക്ക് ഒഴിക്കുമ്പോൾ കത്തിക്കാളി നിൽക്കുന്ന കത്തലൊന്നണയും. മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ജ്വലിച്ചു നിൽക്കുന്ന തീജ്വാലമൊന്ന് അണയും. ഫയഖൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കും, ജിബ്രീലേ മാ ഹാദൽ മാ, എന്ത് വെള്ളമാണ് ജിബ്രീലേ? ഈ ചെറിയ പാത്രത്തിലെ വെള്ളം കൊണ്ടുവന്ന് ഈ സമുദ്ര സമാനമായി കത്തിജ്വലിച്ചു നിൽക്കുന്ന ഈ നരകത്തിന്റെ തീയിലേക്കൊന്ന് എറിഞ്ഞു കൊടുത്തപ്പോൾ അത് മുഴുവന്റെ തീജ്വാല അങ്ങ് അണഞ്ഞു പോയെങ്കിൽ ഇതെന്ത് അത്ഭുതമാണ്, ഇതെന്ത് അത്ഭുത വെള്ളമാണ്. ഈ ചെറിയ വെള്ളത്തിൽ ഇത്രയും തീജ്വാല അണയ്ക്കാനുള്ള കഴിവുണ്ടെങ്കിൽ എന്ന് ചോദിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബി തങ്ങൾക്ക് കൊടുക്കുന്ന മറുപടി, നബിയേ ഹാദാ മാഉൻ ദുമൂഉ സാത്തി ഉമ്മതിക അല്ലദീന മിൻ ഖശിയത്തില്ലാഹ്. നബിയേ, അങ്ങയുടെ ഈ ഉമ്മത്തുകളുണ്ടല്ലോ, എല്ലാരും ഇല്ലെങ്കിലും ചില ആളുകൾ ദുനിയാവിൽ ജീവിച്ചപ്പോൾ അല്ലാഹുവിനെ പേടിച്ച് ഭയന്നിട്ട് അവന്റെ ഈ കാടുന്ന കത്തിക്കാളുന്ന ഭീകരമായ നരകത്തിൽ വീണു പോകുമോ എന്ന് പേടിച്ചിട്ട് അല്ലാഹുവിലേക്ക് ദുആയിനായി കൈ ഉയർത്തുമ്പോഴും അല്ലാത്തപ്പോഴും എപ്പോഴും പാതിരാത്രിയുടെ നിശയുടെ നിശബ്ദതയിലൊക്കെ അവർ എഴുന്നേറ്റിരുന്നിട്ട് അവർ കരഞ്ഞിട്ടുണ്ടായിരുന്നു നബിയേ. ആ കരഞ്ഞ കണ്ണുകളിൽ നിന്ന് കവിൾത്തടങ്ങളിലൂടെ ഒഴുകിയിറങ്ങിയ കണ്ണിനീരാണ്. ഹാദാ മാഉ ഉസാത്തി ഉമ്മതിക യാ റസൂലല്ലാഹ് അല്ലദീന മിൻ ഖശിയത്തില്ലാഹ്. നരകത്തെ പേടിച്ച് കരഞ്ഞ, അല്ലാഹുവിനെ ഭയന്ന് പേടിച്ച് കരഞ്ഞ ആളുകളുടെ കണ്ണുനീരുണ്ടല്ലോ, അവരുടെ കണ്ണുകളിൽ നിന്നൊഴുകിയിട്ട് കവിളുകളിലൂടെ കണ്ണുനീരായി ഇങ്ങനെ ഒഴുകിയിറങ്ങിയ സമയത്ത് നബിയേ, അവരെ പോലും അറിയിക്കാതെ ജിബ്രീലായ ഞാൻ ചെന്നിട്ട് ആ കണ്ണുനീരുകൾ മുഴുവനോ ഞാൻ തുടച്ചെടുത്തിട്ട് പാത്രത്തിലാക്കി വെച്ചു. റസൂലുള്ളാഹേ, അങ്ങയുടെ ഉമ്മത്തുകൾ കരഞ്ഞ് കണ്ണുനീരോ അത് ഒഴുകിയിറങ്ങുമ്പോൾ ഞാൻ പോയിട്ടത് തടകി അത് തുടച്ചെടുത്തിട്ട് മുഴുവനും ഈ പാത്രത്തിലാക്കി വെച്ചു ഹബീബേ. അതാണ് ഈ അത്ഭുത വെള്ളമെന്ന് സയ്യിദുനാ ജിബ്രീൽ ഫതുത്ഫഉന്നാറു ബിഇദ്നില്ലാഹ്. സുബ്ഹാനല്ലാഹ്. നരകമതാ ആ കത്തിജ്വലിച്ചു നിൽക്കുന്ന അത്തീനാളമങ്ങ് അണയുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, ഈ പരിശുദ്ധ റമളാനിന്റെ ഈ ദിവസത്തിന്റെ ഹഖ് കൊണ്ട് ഞങ്ങളുമായി ബന്ധപ്പെട്ട ഭാര്യ മക്കളും വാപ്പമാർ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണമല്ലാഹ്. ഒരു തുള്ളി കണ്ണുനീരെങ്കിലും ഞങ്ങളുടെ കൺവീലിയെ നനയിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബേ, അക്കാരണം കൊണ്ട് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ ഭീകരമായ നരകത്തിന്റെ രംഗമെല്ലാം ഇങ്ങനെ കണ്ട ആളുകൾ ഇങ്ങനെ നിൽക്കല്ലേ. അപ്പൊ കൂട്ടത്തില് വയസ്സന്മാരായ ആളുകളുണ്ട്, നല്ല പ്രായമുള്ള ആളുകൾ. അവരിങ്ങനെ വിളിച്ചു പറയുമ്പോൾ എന്റെ നരയേ, എന്റെ പ്രായം ചെന്ന നരയോ, നരബാധിച്ചവനെ, നല്ല കാലത്ത് ഒരുപാട് നന്മകൾ ചെയ്യാൻ നിനക്ക് പറ്റിയില്ലല്ലോടാ. എന്റെ ജീവിതത്തിൽ വന്നുപോയ ദുർബലതകളെ നബി തങ്ങൾ പറയാണ്, നരകത്തിന്റെ വക്കിൽ നിന്നിട്ട് ചെറുപ്പക്കാരായ ആളുകൾ അവരിങ്ങനെ വിളിച്ചു പറയും, ഓ എന്റെ നഷ്ടപ്പെട്ടു പോയ യുവത്വമേ, നന്നാകണമെന്ന് പലരും പറഞ്ഞു ഉപദേശിച്ചിട്ടൊന്നും നന്നാകാൻ പറ്റിയില്ലല്ലോ. നരകത്തെ പറ്റി പറഞ്ഞിട്ടും കേട്ടിട്ടും നന്നായില്ലല്ലോ. ചില ആളുകൾ, ചിലര് സൗന്ദര്യം വരുത്താൻ വേണ്ടി ഒരുപാട് മെനിക്കാൻ കുറെ പണിപ്പെടുന്ന ആളുകളുണ്ട്. അവരെ വിളിച്ചു പറയും പോലും നിന്റെ മുഖം മിനുക്കാൻ മെനക്കെട്ട സമയവും അതിന്റെ പണവും നല്ല കാര്യത്തിന് ചെലവഴിച്ചായിരുന്നെങ്കിൽ ഇത്ര നന്നായിരുന്നു. മുത്തുനബി പറയാണ്, കുറെ സ്ത്രീകൾ അവിടെ നിന്നിട്ട് വിലപിക്കുന്നുണ്ട്. ഞങ്ങളെ വഷളത്തരമേ, ഒരുപാട് വഷളത്തരങ്ങൾ ചെയ്തു പോയി, ഭർത്താക്കന്മാരെ വഞ്ചിച്ചു പോയിട്ടുണ്ട്. എത്രയോ സ്ത്രീകള് സ്വന്തം മക്കളെ ഇട്ടെറിഞ്ഞിട്ട് അന്യവന്റെ കൂടെ പോയിട്ടുണ്ട്, ഭർത്താക്കന്മാരെ ചതിച്ചിട്ട് അല്ലേ. അങ്ങനെ തോന്നിവാസത്തിലൊക്കെ ജീവിച്ച പെണ്ണുങ്ങളോട് നിപ്പോണ്ടവര് വിളിച്ചു പറയും, എല്ലാ വഷളത്തരവും ഇന്ന് വെളിച്ചത്താകുമല്ലോ. എല്ലാ മറകളും അല്ല ഇന്ന് പൊളിച്ചു കളയുമല്ലോ. എല്ലാം പൊളിയും. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചുരുക്കുകയാണ്. നരകം അത് നമ്മള് നീ വിചാരണയുടെ ലോകത്ത് ചെന്ന് വീണ കഴിയുന്ന കാര്യം ഇപ്പൊ മരിച്ചാൽ അവിടെ മുതൽ നരകം എന്ന് മുഹമ്മദ് മുസ്തഫ. ഒന്നീ സ്വർഗം അല്ലെ നരകം എന്നല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ. അൽ മൗതു ബാബുൻ വകുല്ലു നാസി ദാഖിലുഹു യാ ലൈത ശഈരി ബഅദൽ ബാബി മദ്ദാറു. ഒരു മഹാൻ വേറൊരു മഹാനോട് ചോദിച്ചാണ്, അൽ മൗതു ബാബുൻ വകുല്ലു നാസി ദാഖിലുഹു, മരണം ഒരു കവാടമാണല്ലോ, ഒരു വാതിൽ. എവിടേക്കുള്ള? കുല്ലുന്നാസി ദാഖിലുഹു, ആ കവാടത്തിലൂടെ എല്ലാവരും കടന്നേ പറ്റുള്ളൂ. യാ ലൈത ശഅരി ബഅദൽ ബാബി മദ്ദാറു, ആ മരണമാകുന്ന വാതിലിലൂടെ കടന്നപ്പുറത്തെത്തിയാൽ എന്റെ വീട് ഏതാണ് തങ്ങളെ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? മരണം ഒരു കവാടം മാത്രമാണ്, മറ്റൊരു ലോകത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു കവാടം. അപ്പൊ ഒരു മഹാൻ വേറൊരു മഹാനോട് ചോദിച്ചാണ്, ആ ഒരു കവാടത്തിലൂടെ ഞാൻ അപ്പുറം കടന്നാൽ ഞാൻ എവിടെയാണ്? ഞാൻ എന്റെ വീട് ഏതാണ്? അപ്പോഴാണ് മറുപടി കൊടുത്തു, മോനെ ദാറു ജന്നത്തു ഖുൽദിൻ ഇൻ അമിൽത ബിമാ യുർദിൽ ഇലാഹ വ ഇൻ ഖാലഫ്ത ഫന്നാറു. ദാറു ജന്നത്തു ഖുൽദിൻ ഇൻ അമിൽത ബിമാ, നീ നന്മ പ്രവർത്തിച്ചിട്ടുണ്ടോ, നീ നല്ലവനാണോ, ഈമാനുള്ളവനാണോ, എന്നാൽ നീ ആ വാതിലിലൂടെ കടന്നാൽ നിന്റെ ഭവനം സ്വർഗമാണ്. അതല്ല യുർദിൽ ഇലാഹ വ ഇൻ ഖാലഫ്ത ഫന്നാറു, നീ അല്ലാഹുവിനെതിരെ പ്രവർത്തിച്ചു ജീവിച്ചവനാണോ, നിന്റെ സങ്കേതം, നിന്റെ ഭവനം നരകമാണ്. അല്ലാഹുവേ, ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ അല്ലാ. ഒരു കാര്യൂടെ പറഞ്ഞു നിർത്തട്ടെ സഹോദരങ്ങളെ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. അത് പള്ളിക്കകത്തുള്ളവർ കേൾക്കുന്നതിനേക്കാളോ പള്ളിയുടെ പുറത്തുള്ളവർ കേൾക്കണോ? അത് പള്ളിക്കകത്തുള്ളവര് കേൾക്കുന്നതിനേക്കാൾ
അത് പള്ളിയുടെ പുറത്തുള്ളവരാണ് കേൾക്കേണ്ടത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ തറക റജുലു ഫരീളതൻ വാഹിദതൻ മുതഅമ്മിദാ, ഒരു ഫർളായ ഒരു അമല്, നോമ്പാകട്ടെ നിസ്കാരമാകട്ടെ, ഏതെങ്കിലും ഒരാൾ ഉപേക്ഷിച്ചാൽ മുതഅമ്മിദാവന പൂർവ്വം ഉപേക്ഷിച്ചു കളഞ്ഞാൽ കതബ ഇസ്മഹു അലാ ബാബിന്നാർ, നരകം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇപ്പോഴേ, ആ നരകത്തിന്റെ കവാടത്തിൽ ഇങ്ങനെ എഴുതി വെക്കും, ഫുലാൻ ഇബ്നു ഫുലാൻ ലാ ബദ്ദ മിൻ ദുഖൂലിന്നാർ, ഇന്നടുത്ത് ഇന്നാര മകൻ അവനിതാ നരകം റിസർവ് ചെയ്തിരിക്കുന്നു. മുഹമ്മദ് മുസ്തഫ ഫ്ലൈറ്റിൽ കയറാൻ പോകുമ്പോ, ബുക്ക് ചെയ്ത് ട്രെയിനിൽ കയറാൻ പോകുമ്പോ അവിടെ എഴുതി വെക്കും, ഇത് ഇന്ന ആളുകൾക്കുള്ള സീറ്റുകളാണ് എന്നല്ലേ, വേറെ ആർക്കും പറ്റത്തില്ല എന്നതുപോലെ നരകത്തിന്റെ കവാടത്തിൽ എഴുതി വെക്കോ, ഇന്നടുത്ത് ഇന്ന ആള്. എപ്പോഴാ? ഫർളായ അമലുകൾ ജീവിതത്തിൽ മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ അപ്പൊ തന്നെ പേരവിടെ എഴുതി വെക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. അർഹമുർ റഹീമായ റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നരകത്തിന്റെ ഭീകരത ഇങ്ങനെ പറഞ്ഞു കൊടുത്തു അവസാനം, നബിയേ, ഒരു 4 ആളുകളെ കൂടി ഞാനൊന്ന് പരിചയപ്പെടുത്തട്ടെയോ? ആ 4 ആളുകൾക്ക് അല്ലാഹു അവിടെ കൊടുക്കുന്ന ശിക്ഷ, ഒന്ന്, അവരെ അഗ്നിയാലുള്ള പെട്ടിയിലതാ ബന്ധിച്ചിട്ട് നരകത്തിലേക്ക്, നരകമോ ഒന്നത് തീയാണ്, പിന്നെ കൊണ്ടുവരുന്നതോ അഗ്നിയാലുള്ള പെട്ടിയാണ്, തീയിനാലുള്ള പെട്ടിയിൽ ബന്ധിച്ചിട്ടാണ് കൊണ്ടുവരിക. അപ്പൊ മറ്റുള്ള ആളുകൾ ചോദിക്കൂ, നിന്റെ അമല്, നീ ചെയ്ത പ്രവൃത്തി എന്താണ് ഇതിനു വേണ്ടി എന്ന് ചോദിച്ചപ്പോ അപ്പൊ പറയും, തീനാൽ ബന്ധിക്കപ്പെട്ട് അതാവാകുന്ന മനുഷ്യൻ വിളിച്ചു പറയും, ഇന്നീ മുത്തുവഫീ ഉനുഖി അംവാലുന്നാസ്. അയാളെ തെറ്റ്, അയാളെ ദോഷം അയാൾ പറയാ, ഓരോരുത്തരും പറയും. ആദ്യത്തെ ചോദ്യം അയാൾ പറയാൻ, ഞാൻ മരിക്കുന്ന സമയത്ത് മറ്റുള്ളവന്റെ കുറെ ധനം, സമ്പത്ത് എന്റെ പിരടിയിലുണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം നിസ്കരിക്കായിരുന്നു, നോമ്പെടുക്കായിരുന്നു, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഞാൻ സകാത്ത് കൊടുക്കൂല, ഞാൻ ദാനധർമ്മം ചെയ്യൂല, പാവങ്ങളെ സഹായിക്കൂല, അർഹതപ്പെട്ടവരെ കണ്ടെത്തി ഒരു നയാ പൈസ കൊടുക്കൂല, സക്കാത്തിന്റെ മുതൽ കണക്ക് കൂട്ടിയിട്ട് 2.5% പാവപ്പെട്ടവന്റെ അവകാശമാണ്, അതെന്റെതല്ല, എന്റെ ഹക്കല്ല, അത് ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ ഹക്കാണെന്ന് മനസ്സിലാക്കി ഞാനത് കൊടുത്തില്ല. ഇന്നീ മുത്തുവഫീ ഉനുഖി അംവാലുന്നാസ്, എന്റേതല്ലാത്ത സമ്പത്ത് അല്ലാഹു അതിതാ തീയാക്കി എന്നെ അദാബിലാക്കി അല്ലാഹു ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. മറ്റൊരു കൂട്ടരെ നബി തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്, കുടൽമാല വലിച്ചിഴച്ചുകൊണ്ട്, കുടൽമാല പുറത്തു ചാടി വലിച്ചിഴച്ചു കൊണ്ടുവരുന്ന കുറെ ആളുകൾ. അവരോട് ചോദിക്കും, എന്തേ നിങ്ങൾ ചെയ്തു പോയ തെറ്റ്? അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ആ മനുഷ്യൻ പറയും, അവര് പറയും, കുന്തു ലാ ഉബാലി ഐന അസാബൽ ബൗലു മിന്നി വലാ അഗ്സിലുഹു. മൂത്രമൊഴിക്കും, നമ്മളെല്ലാരും മൂത്രമൊഴിക്കും. മൂത്രമൊഴിച്ചാൽ അത് ശുദ്ധിയാക്കുന്ന വിഷയത്തിൽ കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ല. കുന്തു ലാ ഉബാലി ഐന അസാബൽ ബൗലു മിന്നി വലാ അഗ്സിലുഹു. അതൊരു വലിയ കാര്യമാക്കൂല. ആ പേരിന് വേണ്ടി എന്തെങ്കിലും അങ്ങോട്ട് പോയി മൂത്രമൊഴിക്കും കഴിയുമ്പോഴും അവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതൊക്കെ അറിയാതിരിക്കെങ്കിൽ ഞാൻ പറയാം. മൂത്രം ഒഴിക്കാൻ വേണ്ടി ഇരുന്നാല് അനിസ്തിബ്രാ എന്നാ പറയാ. മൂത്രം ഒഴിച്ചു കഴിഞ്ഞ് പൂർണ്ണമായി ആ മൂത്രത്തിന്റെ എല്ലാ അവസാന തുള്ളിയും പോയി എന്ന് ഉറപ്പുവരുത്തണം.
എന്നാലും കഴുകരുത് എന്നാണ്. എല്ലാ തുള്ളിയും ഉറപ്പുവരുത്തണം. അതിനെന്ത് വേണം? അതിന് നമ്മുടെ പെനിസ് ആ അവയവത്തിൽ പിടിച്ച് നന്നായി ഞെക്കി പിഴിഞ്ഞു ഒക്കെ അവസാന തുള്ളിയും കളയണം. എന്നിട്ട് നമ്മുടെ ഇടത് കൈയുടെ പള്ള കൊണ്ട് നന്നായി അതിനെ കവർ ചെയ്ത് പറ്റുമെങ്കിൽ ഒന്ന് എഴുന്നേൽക്കണം, ഒന്ന് ചുമയ്ക്കണം, എന്നിട്ടിരിക്കണം, എന്നിട്ട് കഴുകണം. അതാണ് മൂത്രം ഒഴിച്ചാലുള്ള യഥാർത്ഥ ശുദ്ധീകരണം. മനസ്സിലായി? അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയാവോ? ഇപ്പൊ മൂത്രമൊഴിക്കാൻ മുട്ടാണ്, ഓടിപ്പോയി മൂത്രമൊഴിക്കുകയാണ്, ഒഴിച്ച ഉടനെ കഴിയാണ്, എഴുന്നേക്കാണ്. ഇതൊരു മൂത്രനാളി വളഞ്ഞും പുളഞ്ഞും ഒക്കെ കിടക്കുന്ന ഇതൊരു കുഴലല്ലേ? അപ്പോ ഇത് മൂത്രം ഇരിക്കുമ്പം തന്നെ വളഞ്ഞിട്ടായിരിക്കും. അപ്പൊ പിന്നെ എഴുന്നേക്കുമ്പോ ഇത് നൂരുമ്പം അതിലുള്ള മൂത്രത്തിന്റെ അംശങ്ങൾ പിന്നെയും ഇറ്റ് താഴേക്ക് വരും. അതും കൊണ്ട് പള്ളിയിലോട്ട് വരും, പള്ളി മൊത്തം രസമാക്കും. അത് ശ്രദ്ധിക്കണം. മൂന്നാമത് ഒരു കൂട്ടരെ അതാ സുബ്ഹാനല്ലാഹ്, അവരുടെ യഥാ വായയിൽ നിന്ന് രക്തവും ശലവും ഇങ്ങനെ ഒഴുകുകയാണ്, ഒലിച്ചിറങ്ങുകയാണ്. എവിടുന്ന്? വായിന്ന്. വായിന്ന് ഇങ്ങനെ രക്തവും ശലവും ഇങ്ങനെ ഒലിച്ചിറങ്ങിയിട്ടാ നരകത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അവരോട് ചോദിക്കും, എന്തേ നിങ്ങൾ ചെയ്തു പോയ പാപോ? അപ്പൊ അവര് പറയും, കുന്തു അൻളുറു ഇലൽ കലിമത്തിൽ ഖതീഅ ഫസ്തലദ് ബിർറഫസാ. മോശമായ സംസാരങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, മോശമായ സംസാരങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, മോശമായ സംസാരം ഒരുപാട് ചെയ്തിട്ടുണ്ട്. അന്യമന്റെ ഗീബത്തും നമീമത്തും ഇല്ലാത്തത് ഉള്ളത് നോക്ക് ധാരാളം. അവൻ ഇഷ്ടമില്ലാത്തത് പറഞ്ഞു പോയിട്ടുണ്ട്. അത് പറയുക മാത്രമല്ല, അത് പറഞ്ഞ് നന്നായി രസിച്ചിട്ടുണ്ട്. ചില ആളുകൾ അങ്ങനെ സ്വഭാവം ഉണ്ടല്ലോ, പറഞ്ഞങ്ങ് രസിക്കും. അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ ഒന്നും നോക്കൂല, കിട്ടിയ ചാൻസിന് വെച്ചലക്കും, അവനെ അങ്ങോട്ട് സുഖിപ്പിക്കും. നാലാള് ചിരിക്കാനും കയ്യടിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് പറഞ്ഞ് ഫലിപ്പിക്കും. അപ്പൊ ഇവര് പറയാറ് അത് നന്നായി അങ്ങ് പറഞ്ഞ് രസിപ്പിച്ച് ഫലം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇമ്മാതിരി ശിക്ഷ കിട്ടാൻ കാരണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇനി നാലാമതൊരു കൂട്ടരെ കൊണ്ടുവരികയാണ്. അവരുടെ ശരീരത്തിലെ മാംസം അവർ തന്നെ തിന്നുന്നു, സ്വന്തം. ഇതൊക്കെ പഠിപ്പിക്കുന്നത് ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. നമീമത്ത് പറയുമായിരുന്നു. നമീമത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ പറയണത് അവിടെ പറയും, അവിടെ പറയുന്നത് ഇവിടെ പറയും, കൂട്ടിയടി, നൊണ. അപ്പൊ നമീമത്ത്, സുബ്ഹാനല്ലാഹ്, ഇത്തരം ആളുകളെ നരകത്തിലേക്ക് കൊണ്ടുവരുന്നു. അർഹമുർ റഹീമായ ജല്ല ജലാലായ അളീമായ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഏവരെയും ആ നരകത്തിൽ വീണു പോകുന്നതിനെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകം കേട്ടില്ലേ? കണ്ണ് നനഞ്ഞു, പേടി വന്നു, ഭയം വന്നു. നബി തങ്ങളെ സ്വഹാബത്ത് അങ്ങനെയല്ല. കേൾക്കണേ, നിങ്ങളൊരു ചരിത്രം പറഞ്ഞ് ഞാൻ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. സൂറത്തു തഹരീമിന്റെ ഒരു ആയത്ത് നബി തങ്ങൾ മദീനത്ത് പള്ളിയിൽ സ്വഹാബത്തിന് ഓതിക്കൊടുക്കുകയാണ്. സൂറത്തു തഹരീമിന്റെ ഒരു ആയത്ത് നബി തങ്ങൾ മദീനത്ത് പള്ളിയിൽ സ്വഹാബത്തിന് ഓതിക്കൊടുത്തു. ഏത് ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറാ. ഓ സത്യവിശ്വാസികളെ, കത്തിക്കാളുന്ന ഭീകരമായ അല്ലാഹുവിന്റെ കഠിനമായ ശിക്ഷയ്ക്ക് അല്ലാഹു സംവിധാനിച്ചിട്ടുള്ള നരകത്തിൽ ചെന്ന് വീഴുന്നതിന് തൊട്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെയോ നിങ്ങളെ കുടുംബങ്ങളുടെ ശരീരങ്ങളെയും കാത്തുകൊള്ളണമേ. പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. സ്വന്തം കാക്കണമെന്ന് മാത്രം പറഞ്ഞ് നിർത്തിയില്ല. നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ സൂക്ഷിക്കണം നരകത്തിൽ വീഴുന്നതിനെ തൊട്ട്. വാഹിലേക്കും, നിങ്ങളുടെ കുടുംബവും വീഴുന്നതിനെ തൊട്ട്. നമ്മൾ മാത്രം രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട, അവരെ ചോദിക്കും. അവര് നമ്മൾ കാരണത്താലാണ് അവര് പഠിച്ചില്ല ചെയ്തില്ല എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ അവിടെ കുഴയും. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് നിങ്ങളും നന്നാകണം, നിങ്ങളുടെ കുടുംബത്തെയും നന്നാക്കണം, അല്ലേ?
എത്രയോ ഭാര്യമാര് ഭർത്താക്കന്മാര് പറഞ്ഞിട്ട് കേൾക്കാത്തവർ, ഭർത്താക്കന്മാര് ഭയങ്കര നിസ്കാര ഭാഗത്തൊക്കെ ആ വള്ളിയിൽ നിന്ന് ഇറങ്ങൂല, പക്ഷെ പെണ്ണുങ്ങൾ പറഞ്ഞാൽ കേൾക്കൂല, നിസ്കരിക്കൂല, അവരവരുടെ ഇഷ്ടത്തിനാണ് ജീവിതം. അങ്ങനെ എത്രയോ പേരുണ്ട് അല്ലേ? മക്കൾ വഴിതെറ്റി പോയുള്ളവരല്ലേ? വാപ്പ വലിയ ഭാഗത്തുള്ള ആളാണ്, പക്ഷെ എന്തു ചെയ്യാ, മക്കൾ നന്നാകുന്നില്ല, അപകടമാണ്. അതുകൊണ്ടാണ് ഖുർആൻ ഇവിടെ പറഞ്ഞത്, നിങ്ങൾ മാത്രം സൂക്ഷിച്ചാൽ പോരാ, നിങ്ങളെ കുടുംബത്തെയും നിങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. നരകത്തിലിട്ട് അല്ലാഹു പറയാണ്, നരകത്തിലിട്ട് കത്തിക്കുന്നത് അന്നാസു വൽ ഹിജാറ, മനുഷ്യന്മാരെയും വലിയ കല്ലുകളെയുമാകുന്നു. അല്ലാഹു ആണേ പറയുന്നത്. നരകത്തിൽ കത്തിക്കുന്ന ഇന്ധനങ്ങൾ, വണ്ടി ഓടാൻ ഇന്ധനം വേണം അല്ലേ? വിറകൊരു ഇന്ധനമാണ്, നമുക്ക് പാചകം ചെയ്യാൻ അല്ലേ? ഇതുപോലെ നരകം അത് കത്താൻ ഉപയോഗിക്കുന്ന ഇന്ധനം ഒന്ന് മനുഷ്യന്മാരാകുന്നു, മറ്റൊന്ന് വൽ ഹിജാറ, വലിയ കല്ലുകളാകുന്നു. ശുദ്ധ ഖുർആൻ. മനുഷ്യന്മാർക്ക് തീ പിടിച്ചാലുള്ള അവസ്ഥ അറിയോ? അത് അണയൂല, പെട്ടെന്ന് അണയോ? അതൊക്കെ കുറെ ശാസ്ത്രീയമായി വളരേണ്ടതാണ്. മനുഷ്യന്റെ അത് തെളിയിച്ചിട്ടുണ്ട്. ഈ ആയത്ത് വെച്ച് പഠനം നടത്തി എത്രയോ ബുദ്ധിരാക്ഷസന്മാർ ഇസ്ലാമിലേക്ക് വന്നു. മനുഷ്യന്റെ തൊലിക്ക് തീ പിടിച്ചാൽ പെട്ടെന്ന് അണയില്ലെന്ന്. അതല്ലേ ആളുകൾക്ക് ശരീരത്തിൽ തീ പിടിച്ചാൽ പെട്ടെന്ന് അണയാത്തത്. അപ്പോ മനുഷ്യന്മാരെയും വൽ ഹിജാറ, കല്ലുകൾ, കല്ലിന് തീ പിടിച്ചാലോ? കല്ല് പിന്നെ അതിങ്ങനെ തീക്കനലായിട്ട് കിടക്കുകയുള്ളൂ അല്ലേ? ഈ ആയത്ത് നിങ്ങളെ പോലെ മദീനത്ത് പള്ളിയിൽ സ്വഹാബത്ത്, പാവപ്പെട്ട സ്വഹാബത്തിന്റെ ഇടയിലതാ നബി തങ്ങൾ ഇങ്ങനെ വഅദ് പറഞ്ഞു കൊടുക്കുമ്പോൾ നബി തങ്ങളെ നൂറുകണക്കിന് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരൽപ്പം പ്രായമുള്ള വൃദ്ധനായ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. നരകത്തിലിട്ട് കത്തിക്കുന്നത് മനുഷ്യന്മാരെയും കല്ലുകളെയുമാണെന്നൊക്കെയുള്ള ഈ ആയത്ത് റസൂലുള്ളാഹി അങ്ങ് ഓതിക്കൊടുത്തപ്പോൾ ആ വൃദ്ധനായ സ്വഹാബി പെട്ടെന്ന് നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഹിജാറത്തു ജഹന്നമ കഹിജാറത്തി ദുനിയാ, നബിയെ, നരകത്തിലിട്ട് കത്തിക്കുന്ന കല്ലുകളാണെന്ന് പറഞ്ഞല്ലോ, അത് ഈ ദുനിയാവിലെ കല്ല് പോലെ ചെറിയ കല്ലുകളാണോ റസൂലുള്ളാഹി? ഹിജാറത്തു ജഹന്നമ, നരകത്തിലെ കല്ലുകൾ, കഹിജാറത്തി ദുനിയാ, ദുനിയാവിൽ നമ്മൾ കാണുന്ന കല്ലുകൾ പോലെയാണോ? ഈ ചോദ്യം അങ്ങ് പാവപ്പെട്ട വൃദ്ധനായ സ്വഹാബി റസൂലുള്ളാഹിയോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ലസഖറത്തുൻ മിൻ സഖരി ജഹന്നമ. യാ സ്വഹാബ, നരകത്തിലെ കത്തിക്കുന്ന കല്ലെന്ന് പറഞ്ഞാൽ ദുനിയാവിലെ വലിയ പർവ്വത സമാനമായ കല്ലുകളാണ് സ്വഹാബ. അഅ്ലമു മിൻ ജിബാലി ദുനിയാ കുല്ലിഹാ, അതിനോളം വലുത് കല്ല് ദുനിയാവിൽ വേറെ ഉണ്ടാകൂല. സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. അദ്ദേഹം പറയാണ്, ഫവഖഅ ശൈഖു മഗ്ശിയാ, മുത്തുനബി ആ കല്ലിന്റെ വലിപ്പവും ഭീകരതയും നരകവും ഇങ്ങനെ പറഞ്ഞപ്പോൾ, ഇത് കേട്ടപ്പോൾ ഫവഖഅ ശൈഖു മഗ്ശിയൻ അലൈഹി, റസൂലുള്ളാഹിന്റെ സദസ്സിൽ വെച്ചിട്ട് ആ മനുഷ്യൻ, ആ വൃദ്ധനായ സ്വഹാബി ഒരു വലിയ ശബ്ദത്തോടെ താഴേക്ക് മറിഞ്ഞു വീഴുന്നു. അല്ലാഹ് എന്ന് വിളിച്ചിട്ട് ഒരൊറ്റ വീഴ്ചയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യദഹു അലാ ഫുആദിഹി, നബി തങ്ങൾ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റു ഓടി വന്നിട്ട് ആ വൃദ്ധനായ സ്വഹാബിയുടെ നെഞ്ചത്തിങ്ങനെ കൈവച്ചു നോക്കുമ്പോൾ ഫൈദാഹു ഹയ്യ്, ജീവന്റെ ഒരു തുടിപ്പ് അല്പം ബാക്കിയുള്ളതായി നബി തങ്ങൾ മനസ്സിലാക്കിയപ്പോ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നബി തങ്ങൾ ഷഹാദത്ത് ചൊല്ലിക്കൊടുത്തു. ആ ഷഹാദത്ത് ചൊല്ലിക്കൊണ്ടതാ ആ സ്വഹാബി ഈ ലോകത്ത് നിന്ന് വിട പറയുന്നു. ഫനസലൽ അമീൻ, മലക്കു ജിബ്രീൽ, ജനാസ അവിടെ കിടക്കാണ്.
ജനാസ അവിടെ തന്നെ കിടക്കുമ്പോ പെട്ടെന്ന് ഇറങ്ങി വന്നു ആര്? നസലൽ അമീൻ വറൂഹുൽ അമീൻ മലക്ക് ജിബ്രായീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് മുത്തുനബിയോട് ചോദിക്കുകയാണ്, മനിൽ ബാക്കീന ബൈന യദൈക യാ റസൂലല്ലാഹ്. നബിയേ, നരകവും നരകത്തിന്റെ ഭീകരതയും നരകത്തിൽ കത്തിക്കുന്നത് മനുഷ്യന്മാരെയും കല്ലുകളെയുമാണ് എന്ന് തങ്ങൾ വാഴ്ന്നു പറഞ്ഞപ്പോൾ ചങ്ക് പൊട്ടി മരിച്ചുപോയ, ഹൃദയം പൊട്ടി മരിച്ചുപോയ അങ്ങയുടെ ഒരു പാപപ്പെട്ട ഒരു സ്വഹാബിയുണ്ടല്ലോ, മനിൽ ബാക്കി ബൈന യദൈക യാ റസൂലല്ലാഹ്. എവിടെയാണ് നബിയെ, എവിടെയാണ്? ശങ്കുപൊട്ടി ഹൃദയം പൊട്ടി നിലവിളിച്ച് മരിച്ചുപോയ, നരകം കേട്ട് മരിച്ചുപോയ ആ സ്വഹാബി എവിടെ? എവിടെയാണ്? അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, എന്തേ ജിബ്രീല് പറയുന്നു, നബിയേ ഫഖദ് അആദഹുല്ലാഹു മിനന്നാർ. തങ്ങളെ അറിയിക്കാം, തങ്ങളെ സ്വഹാബത്തിനോട് നരകം കേട്ടിട്ട് പേടിച്ചിട്ട് ഭയന്നിട്ട് നിലവിളിച്ച് മരിച്ചുപോയ ഒരാളുടെ മഹത്വം നബിയെ തങ്ങളോട് പറയാ, തങ്ങളെ തിരുനാവ് കൊണ്ട് തങ്ങളെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കാൻ അല്ലാഹു എന്നെ പറഞ്ഞു വിട്ടതാണ്. ഫഖദ് അആദഹുല്ലാഹു മിനന്നാർ. ആ പാവപ്പെട്ട സ്വഹാബിയുണ്ടല്ലോ, മനുഷ്യനുണ്ടല്ലോ, അല്ലാഹു നരകത്തിലിടൂല. നരകത്തെ തൊട്ട് അല്ലാഹു അയാളെ കാത്തിരിക്കുന്നു. നരകത്തെ പേടിച്ച് കരഞ്ഞൊരൊറ്റ കാരണത്താൽ ആ മനുഷ്യരെ അല്ലാഹു നരകത്തിലിടൂല. നബിയേ സയ്യിദുനാ ജിബ്രീൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിന് ഇത് പറഞ്ഞു കൊടുത്തിട്ട് നബി തങ്ങൾ ഒരു കാര്യം കൂടെ പറഞ്ഞു, ലാ തജ്രി ഐനു അബ്ദിൻ മിൻ ഖശിയത്തില്ലാഹി ഇല്ലാ കസറത്തു ളഹികഹാ ഫിൽ ജന്ന. ദുനിയാവിൽ അല്ലാഹുവിനെ പേടിച്ച് നരകം പേടിച്ചിട്ട് ആര് കരയുന്നുവോ, ഇല്ലാ കസറത്തു ളഹികഹാ ഫിൽ ജന്ന, സ്വർഗത്തിൽ ആ മനുഷ്യൻ ചിരിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. അപ്പൊ സ്വർഗത്തിൽ ചിരിക്കണോ, സ്വർഗത്തിൽ ചിരിക്കണോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണോ, എപ്പോഴും അല്ലാഹുവിന്റെ കത്തിക്കാളുന്ന ഭീകരമായ നരകത്തിൽ ചെന്ന് വീഴുന്നത് ആ വിഷയമോർത്തിട്ട് കരയണം, ഒരുപാട് കരയണം. കരഞ്ഞ് 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 കണ്ണുനീരൊഴുകട്ടെ. ഇതൊരു മറുമരുന്നാണെന്ന് മുഹമ്മദ് മുസ്തഫ. വലിയ കൊട്ടക്കണക്കിന്റെ ഇബാദത്തിന്റെ കണക്കുകളൊന്നും പറയാനില്ലാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറ്റുന്ന ഒന്നാണ് അല്ലാഹുവിനെ പേടിച്ച് കരയാൻ കഴിയണം. നരകത്തിൽ വീണു പോകുമോ എന്നോർത്തിട്ട് കരയാൻ കഴിയണം. അർഹമുർ റഹീമായ ജല്ല ജലാലായ അലീമായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾ നിന്റെ കത്തിക്കാളുന്ന ആ നരകത്തിന്റെ അദാബ് കേട്ടു അല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ പഠിപ്പിച്ചു കൊടുത്ത നരകത്തിന്റെ ഒരല്പഭാഗം ഞങ്ങൾ കേട്ടു അല്ലാഹ്. ഞങ്ങളിൽ പലരുടെയും കണ്ണു നനഞ്ഞിട്ടുണ്ടോ അല്ലാഹ്. എങ്കിൽ നരകത്തെ തൊട്ട് ഞങ്ങളെ ഹറാമാക്കണമല്ലോ, നരകത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണമോ അല്ലാഹ്. ആ നരകത്തിൽ വീണു പോകുന്നതിനെ തൊട്ട് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണം അല്ലാഹ്. ഞങ്ങളെ ഉമ്മവാപ്പമാരെ കാക്കണമോ അല്ലാഹ്. ഞങ്ങളെ ഉസ്താദുമാരെ കാക്കണമല്ലോ, ഞങ്ങളെ മശായിഖന്മാരെ കാക്കണമല്ലോ, ഞങ്ങളെ ഭാര്യ മക്കളെ കാക്കണമല്ലോ, ഞങ്ങളെ സഹായിക്കുന്നവരെ കാക്കണമല്ലോ, ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നവരെ കാക്കണമല്ലോ. പടച്ചവനെ റബ്ബേ, നരകത്തെ തൊട്ട് ആ നരകത്തിൽ ചെന്ന് വീഴുന്നതിനെ തൊട്ട് ഞങ്ങളെല്ലാം നീ കാത്തു രക്ഷിക്കണമേ അല്ലാഹ്. സ്വർഗപ്രവേശനം നൽകണമല്ലോ. ഈ പരിശുദ്ധമായ റമളാനിന്റെ അനുഗ്രഹീതമായ ഈ സമയത്ത് റബ്ബേ, ഞങ്ങളെ പ്രാർത്ഥനകൾ നീ ഉത്തരം ചെയ്യണം അല്ലാഹ്.
بحق سيدنا محمد وآل سيدنا محمد وأصحاب سيدنا محمد صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد والآل والأصحاب صل